السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله النبي الكريم، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. റേഡിയോ ഇസ്ലാമിൻ്റെ ശ്രോതാക്കളെ, വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, സത്യാന്വേഷികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും നന്മയുടെ വക്താക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ നബുവത്തും റിസാലത്തും ഉള്ള പ്രവാചകനായി വിശ്വസിക്കുകയും അതനുസരിച്ച് മിർസയുടെ ശരീഅത്തനുസരിച്ച് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ഖാദിയാനി വിഭാഗവുമായി ആശയ സംവാദത്തിൽ റേഡിയോ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഉള്ളവൻ ഏർപ്പെടുന്നു എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യാന്വേഷികളായ നിരവധി സഹോദരന്മാർ സംവാദത്തിന്റെ വസ്തുത അന്വേഷിച്ചുകൊണ്ട് നിരവധി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യ വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നത്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ നിലവിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ താമസിച്ചു വരുന്ന ബഷീർ അഹമ്മദ് സാഹിബും ഞാനുമായി വർഷങ്ങളായി തുടർന്നു വരുന്ന സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആശയ സംവാദത്തിന് കളമൊരുങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനു മുമ്പുള്ള വോയിസ് ക്ലിപ്പുകളിലൂടെ പലരും മനസ്സിലാക്കിയിട്ടുള്ള സ്ഥിതിക്ക് ഒരു കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ വിഷയം എന്താണെന്ന് തീരുമാനിച്ചാൽ ചർച്ചയ്ക്ക് മാനദണ്ഡമാക്കി സ്വീകരിക്കുന്ന ഇരുവശത്തിനും സ്വീകാര്യ യോഗ്യമായ പ്രമാണങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്നും ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സംവാദം നടക്കുക എന്നും ഞങ്ങൾ പരസ്പരം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഏതാനും ദിവസമായി നടന്നു വന്നത്. അങ്ങനെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയാണ്, റസൂലാണ്, നബുവത്തും റിസാലത്തുമുള്ള വ്യക്തിയാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മിർസ ആരാണ്, ആരല്ല, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമുൻ നബിയീൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഞാൻ ബഷീർ അഹമ്മദിനോട് പലവരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബഷീർ അഹമ്മദ് പലവിധ ന്യായങ്ങളും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ചർച്ച നിയന്ത്രിക്കുന്ന അഹമ്മദിയ ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് വേണ്ടി പലവിധ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഈ ചർച്ച ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. നിലവിൽ ആ നിലയിലേക്കാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പോകുന്നത് എന്ന് തുറന്നു പറയാതിരിക്കാൻ സാഹചര്യമില്ല. കാരണം ഈ ചർച്ചയുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട ദീനി ചാറ്റ് എന്ന ചാറ്റ് റൂമിൽ വസ്തുതകൾക്ക് നിരക്കാത്ത നിരവധി അഭിപ്രായങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യപ്പെടുകയും പലരും വോയിസായി അവിടെ പേസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ വസ്തുത എന്താണ് എന്ന് ശ്രോതാക്കളെ അറിയിക്കുക എന്ന ബാധ്യത റേഡിയോ ഇസ്ലാമിന് നിർബന്ധമായി വന്നതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും വിഷയം മനസ്സിലാക്കാൻ ഉപയുക്തമാകുന്ന നിലയിൽ
ഒരു പരസ്യ പ്രസ്താവന നടത്തേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ നബിയായും പ്രവാചകനായും സങ്കല്പിക്കുന്ന ഖാദിയാനി മുസ്ലിമീങ്ങൾ തികച്ചും ബാലിശമായ ചില ധാരണകളുടെയും ദുർബലമായ ചിലന്തി വലയേക്കാളും ദുർബലമായ ദുർവ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മിർസാ ഗുലാമിന് പ്രവാചകത്വം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ആവശ്യപ്പെട്ട മാതിരിയിൽ കൃത്യമായ പ്രാമാണികമായ പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ആദ്യം തന്നെ എഴുതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച നടന്നാൽ ഖാദിയാനി ജമാഅത്തിൽ വർഷങ്ങളായി തുടർന്നു വന്നതുപോലെ തന്നെ ഇനിയും ഭിന്നിപ്പുകൾ ഉടലെടുക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മിർസയുടെ ജീവിതകാലത്തും തുടർന്ന് മിർസയുടെ മരണശേഷവും ഓരോ ഖലീഫമാരുടെ കാലത്തും ഖാദിയാനി പ്രസ്ഥാനം പല കഷണങ്ങളായി പൊട്ടിപ്പിളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഖാദിയാനി പ്രസ്ഥാനത്തിലേക്ക് പലതുകൊണ്ടും ഖാദിയാനി മതം സ്വീകരിച്ചവരും അതുപോലെ തന്നെ പല കാരണത്താൽ അതിലേക്ക് ആകർഷിക്കപ്പെട്ടവരായ പല പ്രമുഖന്മാരും ഒരു വേള അതിൽ നിന്നും രാജിവെക്കുകയും മിർസാ ഗുലാമിന്റെ വ്യാജവാദങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് മിർസയ്ക്കെതിരിൽ തന്നെ പുസ്തകങ്ങൾ എഴുതിയതും അഹമ്മദി മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ പബ്ലിഷിംഗ് വിങ്ങിന്റെ പുസ്തകങ്ങൾ അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തിയിരുന്ന പല പ്രമുഖന്മാരും അതിൽ നിന്നും രാജിവെച്ച് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ഖാദിയാനിസത്തിന്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത എല്ലാ സഹോദരന്മാരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രമാണങ്ങൾ എന്താണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് വസ്തുതാപരമായ ഒരു ചർച്ച നടന്നാൽ യാതൊരു സംശയമില്ല, അത് ഖാദിയാനി ജമാഅത്തുകൾക്കിടയിൽ വീണ്ടും ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കപ്പെടും എന്നത് അവർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് പ്രാമാണികമായ ഒരു ചർച്ചയിൽ നിന്നും പലവിധ മുട്ടാതർക്കങ്ങളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാകാൻ ശ്രമിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, സ്നേഹമുള്ള ശ്രോതാക്കളെ, എൻ്റെ സുഹൃത്തുക്കളായ എനിക്കറിയാവുന്നവരും എൻ്റെ പരിചയക്കാരുമായ അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരും പല സുഹൃത്തുക്കളും ദീനി ചാറ്റ് റൂം എന്ന പേരിൽ ഈ ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട വാട്സപ്പ് റൂമിൽ ചെന്നിട്ട് അവരോട് ഈ വിഷയവുമായി നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചപ്പോൾ തങ്ങളുടേതായ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എങ്ങും തൊടാത്ത ചില മറുപടികൾ നൽകുകയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയും ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇന്നോളം ആരും കേട്ടിട്ടില്ലാത്ത നിലയിലുള്ള വിശദീകരണങ്ങൾ ആയത്തുകൾക്ക് നൽകുകയും അവരുടേതായ തെളിവുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്വന്തം ദേഹേച്ഛയ്ക്കും ഹവയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ച് ആയത്തുകളെ ഇസ്തിദ്ലാൽ ചെയ്യുകയും ചെയ്യുന്ന ക്രൂരമായ ഒരവസ്ഥ ആ റൂമിൽ ഇപ്പോഴും തുടർന്നു വരുന്നു എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഉള്ളവനും ബഷീർ അഹമ്മദുമായി നടത്തിയ ചില ചർച്ചകളുടെ ഭാഗങ്ങൾ പല സുഹൃത്തുക്കളും വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ ആ റൂമിൽ പേസ്റ്റ് ചെയ്തപ്പോൾ ആ റൂമിൽ അറിയപ്പെടുന്ന ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ഇയാളുമായിട്ട് ഒരിക്കലും സംസാരിക്കാൻ സാധിക്കില്ല. കാരണം പച്ചയായ കുഫിരിയത്ത് ആരോപിച്ചു, റിദ്ദത്ത് ആരോപിച്ചു, മിർസാ ഗുലാമിനെ ആക്ഷേപിച്ചു, അതുപോലെ തന്നെ തെറി പറഞ്ഞു, വൃത്തികേടുകൾ കൊണ്ട് ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ചർച്ച ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും ആ റൂമിലെ ഏജന്റുമാർ തുടർന്നു വരുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, മിർസാ ഗുലാമിന്റെ പ്രവാചകത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി മിർസയെ നബിയാണെന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ബാലിശമായ തെളിവുകളും കൂട്ടുപിടിക്കാൻ, ഏത് ദുർബലമായ ഹദീസുകളും ഉദ്ധരിക്കാൻ, ഏത് പദപ്രയോഗങ്ങളുടെ വാലിന്റെ കഷണവും ഭൂമി ലോകത്തിന്നോളം മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വാക്കുകൾ ഹദീസുകളായി ഉദ്ധരിക്കാനും യാതൊരു മടിയുമില്ലാത്തവരാണ് ഖാദിയാനി മുസ്ലിം ജമാഅത്ത് എന്ന വസ്തുത നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്.
പ്രമാണങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഖുർആനും നബിചര്യയുമാണ് ഞങ്ങളുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഈ വിഭാഗം എന്റെ അനുഭവത്തിൽ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഖാദിയാനിലെ ഇവരുടെ ആസ്ഥാനത്ത് മിർസാ ഗുലാം തന്റെ ദഅവത്ത്, തന്റെ പ്രബോധനവും തന്റെ നുബുവത്ത്വാദവും ആരംഭിച്ച ആ ആസ്ഥാനത്ത് ഇവരിൽ പല പ്രമുഖന്മാരായ നേതാക്കന്മാരുമായി ഞാൻ ഒരു സംഭാഷണം നടത്തിയ സാഹചര്യത്തിൽ എന്നോടൊപ്പം ഇന്ന് ഈ റൂമിൽ ഖാദിയാനി പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിക്കുന്ന ബഷീർ അഹമ്മദിന്റെ സാന്നിധ്യത്തിൽ അവരിലെ പല നേതാക്കന്മാരുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഖേദകരമെന്ന് പറയട്ടെ, മിർസാ ഗുലാമിനെതിരിൽ തന്റെ അവസാന ശ്വാസം വരെയും പോരാട്ടം നടത്തിയ പ്രമുഖ പണ്ഡിതന്മാരായ ഇന്ത്യയിലെ അഹ്ലെ ഹദീസ് മൂവ്മെന്റ്, അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ദീവബന്ദി ഉലമാക്കൾ, അതുപോലെ തന്നെ ജമിയത്തുൽ ഉലമായെ ഹിന്ദ് തുടങ്ങിയവരുടെ സംഘടിതമായ നീക്കങ്ങൾ അത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ തന്നെ ഒരു ഭാഗമായി അറിയപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശദീകരണം ഈ സന്ദർഭത്തിൽ അത് ആവശ്യമില്ല എന്ന് കരുതുകയാണ്. എങ്കിലും സുഹൃത്തുക്കളെ പറയട്ടെ, മിർസാ ഗുലാം മുഹമ്മദിന്റെ നുബുവത്ത് റിസാലത്ത് വാദത്തിനെ ശക്തിയുക്തം എതിർക്കുകയും അതിന്റെ വസ്തുതകൾ മുസ്ലിം ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം പരിശ്രമങ്ങൾ കാഴ്ചവെച്ച അല്ലാമ അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉറുദുവിലുള്ള ഒരു പുസ്തകത്തിൽ നിന്നും സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു വിശദീകരണത്തിന്റെ ഒരു 2 പദപ്രയോഗങ്ങൾ എടുത്തുകൊണ്ട് ദീവബന്ദി ഉലമാക്കളിലെ അഷ്റഫ് അലി ദാനവി നുബുവത്തും റിസാലത്തും അവസാനിച്ചിട്ടില്ല, ഇനിയും ആർക്കും പ്രവാചകനാകാമെന്ന വാദത്തിനെ അംഗീകരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി എന്റെ മുന്നിൽ ഇവർ ഹാജരാക്കുകയുണ്ടായി. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച, ഭൂമിയിലേറെ പരീക്ഷണങ്ങൾ അനുഭവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കഅബയിൽ മക്കയിലെ മുശ്രിക്കുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്, പ്രവർത്തനങ്ങളെ വിപുലമാക്കിയത് എന്ന ആ ദുരന്ത അനുഭവം പോലെ തന്നെ മിർസാ ഗുലാമിനെതിരിൽ ത്യാഗോജ്ജലമായ പളനയിച്ച ആദർശ സംവാദം നടത്തിയ അല്ലാമ അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നിന്നുള്ള ചില പദപ്രയോഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഈ ഖാദിയാനി പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കന്മാർ എന്റെ മുന്നിൽ മിർസയുടെ നുബുവത്തിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഞാൻ ആ സന്ദർഭത്തിൽ അവരോട് ചോദിച്ചു, എന്ത് ക്രൂരതയാണ് നിങ്ങൾ ഈ കാട്ടുന്നത്? ദീവബന്ദി ഉലമാക്കൾ നിങ്ങൾക്കെതിരിൽ സമരം ചെയ്ത് സംഘടിതമായ നീക്കം നടത്തുന്നതിന് മുൻനിരയിൽ പോരാടിയവരാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വരി മിർസാ ഗുലാമിന് അനുകൂലമായി ഉദ്ധരിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് എന്നോടുണ്ടായ ദേഷ്യത്തിന്റെയും കോപത്തിന്റെയും അളവ് ഇന്ന് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മറുപക്ഷത്തുള്ള ബഷീർ അഹമ്മദിന് വളരെ വ്യക്തമായി തന്നെ ഓർമ്മയുള്ളതാണ് എന്ന വിഷയം ഈ സന്ദർഭത്തിൽ എല്ലാ സുഹൃത്തുക്കളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ സംഭവം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് തങ്ങളുടേതായ ആവശ്യത്തിന് വേണ്ടി, അവരുടേതായ മിർസയ്ക്ക് നുബുവത്തും റിസാലത്തുമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏത് ബാലിശമായ അഭിപ്രായങ്ങളെയും കൂട്ടുപിടിക്കുന്നതിന്, ഏത് ദുർബലമായ തെളിവുകളും ഉദ്ധരിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത മുസൈലിമത്തുൽ കസ്സാബിന്റെ അനുയായികളായ ഈ ഖാദിയാനികൾ പ്രാമാണികമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നാം മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ പ്രമാണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് തന്റേടത്തോടുകൂടി ക്ഷമ എന്നൊരു മറുപടി പറയാൻ സാധിക്കാതെ കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ ദാരുണമായ പശ്ചാത്തലം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, അവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന അവരുടെ ആരോപണം മിർസയെ വ്യക്തിപരമായി ആക്ഷേപിച്ചു. മാത്രമല്ല, ഖാദിയാനികളെ ആക്ഷേപിച്ചതിന്റെ പേരിൽ മുസ്ലിം സമൂഹം വിവിധ ഗ്രൂപ്പുകളായി, കക്ഷികളായി പിരിഞ്ഞു എന്നൊക്കെ പറയുന്നതിനെ സംബന്ധിച്ച് അതേറെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും സുഹൃത്തുക്കളെ പറയട്ടെ, മിർസാ ഗുലാം മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഖാദിയാനി മൂവ്മെന്റ് പല കഷണങ്ങളായി പൊട്ടിപ്പിളർന്നിട്ടുണ്ട്. മിർസയുടെ മരണത്തിനെ തുടർന്നും പല കഷണങ്ങളായി പിരിഞ്ഞു. മാത്രമല്ല, ഒരവസ്മാര രോഗിക്ക് സമാനമായി പിച്ചും പേയും പറയുന്ന സ്വഭാവക്കാരനായിരുന്നു, അവസ്മാര രോഗിയായിരുന്നു മിർസാ ഗുലാം എന്ന ആ പദപ്രയോഗം
ഖാദിയാനി ദീനി ചാറ്റ് എന്ന പേരിൽ ഖാദിയാനി സുഹൃത്തുക്കൾ നേതൃത്വം കൊടുക്കുന്ന ആ റൂമിൽ തന്നെ അവരുടെ തന്നെ പ്രവർത്തകരുടെ വായിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത് അവിടെ തന്നെ കോപ്പി ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു പ്രവാചകനെ സംബന്ധിച്ച് തമാശയായി പോലും ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നും ഒരിക്കലും വരാത്ത പദപ്രയോഗങ്ങൾ അത് പറയാൻ ഖാദിയാനികൾക്ക് അവരുടെ പ്രവാചകനെ പറ്റി പറയാൻ യാതൊരു മടിയുമില്ല എന്നത് തന്നെ മിർസ വ്യാജ പ്രവാചകനാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മിർസയുടെ പ്രവാചകത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല, മുസൈലമത്തുൽ കസ്സാബിന്റെ പിൻഗാമിയാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓരോ സുഹൃത്തുക്കളും തിരിച്ചറിയുക. മാത്രമല്ല, ഈ ഉള്ളവൻ തന്നെ ഒരിക്കലും വ്യക്തിപരമായി മിർസയെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വ്യക്തിപരമായി ഖാദിയാനികളെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശിക്കുകയോ ചെയ്തിട്ടില്ല. മിർസ ഗുലാം അഹമ്മദിന്റെ ജീവിതം പല വാല്യങ്ങളായി അഹമ്മദിയ മുസ്ലിം ഇന്റർനാഷണൽ ലോകത്തിലെ എല്ലാ ഭാഷകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉറുദുവിലും ഹിന്ദിയിലും എന്ന് വേണ്ട ഒട്ടുമിക്ക ഭാഷകളിലും ലഭ്യമാണ്. ആ വാല്യങ്ങൾ സംഘടിപ്പിച്ച് വായിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മിർസയുടെ ജീവിതം ഒരിക്കലും ഒരു പ്രവാചകന്റെ ജീവിതം എന്ന് ഉറക്കത്തിൽ പോലും സങ്കല്പിക്കാൻ സാധിക്കാത്ത നിലയിൽ ആശയ വൈരുദ്ധ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് ആ ജീവചരിത്രത്തിൽ നിന്നും വളരെ വ്യക്തമായി ഉദ്ധരിക്കാൻ സാധിക്കും. ഒരു വേള താൻ നബിയാണെന്ന് വാദിക്കുന്ന മിർസ അടുത്ത സമയത്ത് ഖതമുൻ നുബുവത്ത് സംഭവിച്ചിരിക്കുന്നതായി വാദിക്കുന്നു. ഒരു വേള താൻ പ്രവാചകനാണോ എന്ന് സംശയിക്കുന്നു, മറ്റൊരു വേള പറയുന്നു ഈസ ഇബ്നു മറിയമിനേക്കാളും ഉത്കൃഷ്ടനാണ് എന്ന് പറയുന്നു. അങ്ങനെ ഓരോ നിമിഷവും അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ മിർസയുടെ ജീവിതകാലത്ത് സംഘടനയിൽ ഭിന്നിപ്പുണ്ടായി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഖാദിയാനി പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ പോലും വളരെ വ്യക്തമായി നമുക്കിന്ന് ലഭ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖാദിയാനി ജമാഅത്തുകൾ, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ അനുയായികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ വസ്തുതകൾക്കെല്ലാം ഉപരിയായി, അവരുടെ ഈ കുപ്രചരണങ്ങൾക്കെല്ലാം ഉപരിയായി ഇന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട്, ഇനിയും അനാവരണം ചെയ്തിട്ടില്ലാത്ത ഒരുപാട് മുഖങ്ങൾ ഇവർക്ക് പിന്നിലുണ്ട് എന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ദീനി ചാറ്റ് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഗ്രൂപ്പിൽ അവരുടെ പ്രവർത്തകരാണ് ബഹുഭൂരിപക്ഷം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള വിശദീകരണങ്ങൾ കേട്ടിട്ട് അതിന്റെ തൊട്ടുതാഴെയുള്ളവർ മാഷാ അല്ലാ, തബാറക്കല്ലാ, അല്ലാഹു അക്ബറൊക്കെ ടൈപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ നിഷ്കളങ്കരായ വിശ്വാസികൾ ഒരിക്കലും അതിൽ വഞ്ചിക്കപ്പെടരുത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം അവർ തന്നെ പറയാറുണ്ട്, നിങ്ങളുടെ ഹിദായത്തിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യാം, നിങ്ങൾക്ക് സന്മാർഗത്തിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യാം. ഇതെല്ലാം പഞ്ചാബിലെ ഖാദിയാനിൽ പോയാലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു പദപ്രയോഗമാണ്. സുഹൃത്തുക്കളെ, ആരും എങ്ങും ദുആ ചെയ്തത് കൊണ്ടോ സുജൂദിൽ കിടന്നതുകൊണ്ടോ റുക്കൂഇൽ കിടന്നതുകൊണ്ടോ ലഭിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനമാനമല്ല നുബുവത്തും റിസാലത്തും. അത് അല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഈ ഭൂമിയിൽ സീൽ വെക്കുകയും ലോക അവസാനം വരെയും ഇനി ഒരു പ്രവാചകൻ ഉണ്ടാകുകയില്ല. ഖൈറ ഉമ്മത്തിന്റെ ഖൈറായ നബി അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാത്രമല്ല, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ പോലും കൃത്യമായ തീരുമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. ദജ്ജാലികളും കസാബുകളും ഉണ്ടാകുമെന്നും എനിക്ക് ശേഷം പലരും നുബുവത്ത് വാദിക്കുമെന്നും അവരെല്ലാം തന്നെ കസാബുകളാണ് എന്നും, മാത്രമല്ല മുസ്ലിം സമൂഹം, വിശ്വാസി സമൂഹം ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ സായുധമായി തന്നെ ഈ വ്യാജ പ്രവാചകന്മാരെ നേരിട്ടതിനെ സംബന്ധിച്ച് ഇന്നോളം മിർസ ഗുലാം അഹമ്മദിന്റെ ജമാഅത്തുകാർ, ഖാദിയാനി പ്രസ്ഥാനവും അവരുടെ പിന്നണികളും അതിനെ സംബന്ധിച്ച് ഒരു ഹർഫ് പോലും പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്ത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ചോദിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള ഖാദിയാനി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് റേഡിയോ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഉള്ളവരുമായി ഒരു സംവാദം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, വിഷയം തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ പ്രമാണങ്ങൾ എന്താണ് എന്നുകൂടി ചർച്ച ചെയ്താൽ നമുക്ക് സംവാദത്തിലേക്ക് കടന്നു വരാം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ പ്രത്യേകിച്ച് ഒരു വിഷയം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, റേഡിയോ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഉള്ളവൻ നിങ്ങളുമായി ചർച്ചയിൽ ഏർപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളുടെ മെസ്സേജുകൾ എനിക്ക് കൈമാറുന്നതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഏജന്റിനെയോ അല്ലെങ്കിൽ ഒരു പകരക്കാരനെയോ ഒരു
പ്രത്യേകിച്ച് ഒരു മീഡിയേറ്ററെയോ ഏർപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജുകൾ അത് നേരിട്ട് തന്നെ എനിക്ക് കൈമാറണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നിൽ നിന്നും കൈമാറാനുള്ള മെസ്സേജുകൾ ഞാനും നിങ്ങൾക്ക് നേരിൽ തന്നെ കൈമാറുന്നതായിരിക്കും. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞില്ല, അദ്ദേഹം കണ്ട ഭാവം നടിച്ചില്ല എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ ആ വ്യക്തിഗതമായ ആ സ്വഭാവ മഹിമയെ ബാധിക്കുന്ന വളരെ പരിതാപകരമായ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരിക്കലും അത് നല്ല സ്വഭാവമല്ല എന്ന് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വ്യക്തിഗതമായി എന്ത് തന്നെ എന്നോട് പറയാനുണ്ടെങ്കിലും അത് മെസ്സേജായി എനിക്ക് നേരിട്ട് അയക്കണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വിഷയങ്ങൾ ഞാൻ ബഷീർ അഹമ്മദിന് മെസ്സേജായി അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ ദീനി ചാറ്റ് എന്ന് പറയുന്ന റൂമിലേക്ക് ഞാൻ കോപ്പിയായി അയക്കുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം നാം ചർച്ചയെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തുവോളം കാലം വിഷയം തീരുമാനിച്ച് പ്രമാണങ്ങളും തീരുമാനമാകുന്ന സമയം വരെയും നമ്മുടെ ചർച്ചകളെല്ലാം പരസ്പരം നേരിട്ടായിരിക്കും. അതിന് ഒരു മീഡിയേറ്ററെ ഏൽപ്പിച്ചിട്ടില്ല, അത് നേരിട്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമുൻ നബി എന്ന വിഷയത്തിൽ നമുക്ക് പ്രമാണങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ഒരു ചർച്ചയാകാവുന്നതാണ്. അതുപോലെ തന്നെ മിർസാ ഗുലാം അഹമ്മദ് ആരാണ് ആരല്ല എന്ന വിഷയത്തിൽ ചർച്ചയും പ്രമാണങ്ങളും തീരുമാനിച്ചുകൊണ്ട് കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയാകാവുന്നതാണ്. പക്ഷെ എന്തായിരിക്കണം ചർച്ചയുടെ മാനദണ്ഡം, എന്തായിരിക്കണം പ്രമാണം എന്നത് കൃത്യമായി തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അത് എഴുതി തയ്യാറാക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച ചെയ്താൽ ഇത്തരം പ്രാമാണികമായ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പഠനവും ചർച്ചയും എങ്ങും എത്തിച്ചേരുകയില്ല. അത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നല്ലതിനെയും മനസ്സിലാക്കി നന്മയെ മാത്രം പിൻപറ്റുന്ന സത്യവിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅഹ വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബഹ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.